തീയലിന് 2 സവോള, 2 പിടി കൊച്ചുള്ളി, പിന്നെ 3-4 കാന്താരി അരിഞ്ഞത്. കടുക്, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ലാസ്റ്റ് പൊട്ടിക്കേണ്ട കടുക്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും സവോളയും കൊച്ചുള്ളി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് 3 എണ്ണം അരിഞ്ഞത്. ഇത് നല്ലോണം ഇനി വഴണ്ട് വരട്ടെ. ഇനി തേങ്ങ തിരുമ്മി വറുത്ത് റെഡിയാക്കാം. നമ്മുടെ ഉള്ളിയും കിഴങ്ങ് വഴണ്ടോ റെഡി ആവുന്നേ ഉള്ളൂ. 1 മുറി തേങ്ങ ചിരണ്ടി വറുത്തെടുക്കാം. ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർക്കാം. നല്ലോണം മൂക്കട്ടെ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 3.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, ഇത് മല്ലിപ്പൊടി അത്രയും മതി. മല്ലിപ്പൊടി ഞാനൊരു തീ ഓഫ് ആക്കിയിട്ടിട്ട് അത്രയും പൊടികൾ ചേർത്ത് കേട്ടോ. പിന്നെ പൊടികൾ ചേർത്തതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഒന്നുകൂടി നല്ലോണം മൂപ്പിക്കണം. ഈ തേങ്ങയും മുളക് പൊടി എല്ലാ പൊടികളെല്ലാം പച്ചമണം മാറുന്നതിന് വരെ നല്ലോണം മൂപ്പിക്കണം. നല്ല പച്ചമണം മാറിയതിന് ശേഷം ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി ആറാൻ വയ്ക്കാം. എന്നിട്ട് അരച്ചെടുക്കാൻ. നല്ലോണം എല്ലാം വറുത്ത് ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ജാറിനകത്ത് ഇനി പൊടിച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടുകാർ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട് ഈ അരപ്പ്. ഉള്ളി എല്ലാം വഴണ്ടിരിക്കുക, അതിനകത്തോട്ട് ചേർക്കാം. ആവശ്യത്തിന് പുളി. ഇനി നമ്മൾ അടുത്തത് കൊഞ്ച് ചേർക്കാം. കൊഞ്ച് വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് ചേർക്കാം. നല്ലോണം ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് നല്ലോണം വെള്ളം പാകത്തിന് ചേർക്കാം. ഇനി കൊഞ്ച് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി കൊഞ്ച് അതിനകത്തോട്ട് ഇടാം. നല്ലോണം തിളയ്ക്കട്ടെ. തിളച്ച് നല്ലോണം ഇനി ഈ കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി നല്ലോണം വേവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനി കൊഞ്ചൊക്കെ നല്ലോണം വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം സെറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അടുത്ത ഇതായിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.